നീയൊന്നും വന്നാൽ ഞങ്ങളെ കാണാൻ പറ്റില്ല. ഞങ്ങളിപ്പോ ഒരാഴ്ചയായിട്ട് ഫുള്ളും കറക്കാ. ഊട്ടി, കൊടൈക്കനാല്, ഇവിടേക്ക് മൂന്നാറിലേക്കൊക്കെ പോയി. മോളെ ഒരാഴ്ച കഴിഞ്ഞു. ഇതേ ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ ഇതാ പറയണ നാളെ നമുക്ക് നേരത്തെ പോണം, ഊട്ടിക്ക് പോണം എന്നാ പറയണേ. ഊട്ടിയാണെങ്കിൽ ഭയങ്കര തണുപ്പാണത്ര. പിന്നെ ഇക്കൊക്കെ വന്നതല്ലേ, വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ. ആള് വന്നാൽ പിന്നെ ഇങ്ങനെ കറക്കം തന്നെയാ ഹോട്ടലിൽ ഭക്ഷണം. ഇവിടെ ഭക്ഷണം വെപ്പില്ല. പിന്നെ നീ അവിടെ നിന്ന് മെനക്കെട്ട് വന്നാലൊന്നും ഞങ്ങളെ കാണാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ കറങ്ങാണ്. ഇനിയിപ്പോൾ എവിടേക്കോ പോകണം എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. എന്തുട്ടാ മൈസൂർ പോകണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. മൈസൂർ ഊട്ടിയും കാണണം എന്നാണ് പറയുന്നത്. ഊട്ടി പോയിട്ട് ഇനി ഞങ്ങൾ അങ്ങനെ മൈസൂർ പോകാനുള്ള പ്ലാനാണ്. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? ആള് വന്നാലല്ലേ, ആൾക്ക് കറങ്ങണം എനിക്കും കറങ്ങണം. എന്താ നമ്മൾ പിന്നെ എന്തുട്ടാ ജാളി തന്നെയാ, പോണ വരെ ജാളി തന്നെയാ. എന്നാ ശരിയടി ഐസോ, നമ്മൾ കെട്ടടി. എനിക്ക് കുറേ തുണികളൊക്കെ ബാഗിലാക്കാനുണ്ട്. അതെ, പിന്നെ ഒരു കാര്യം, എൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ ആ പസിയോടും ആ ഫാത്തിമാടും ആ സുബൈദത്തോടും ഒക്കെ ഒന്ന് പറയിട്ടാ. എന്താന്നാ അവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ ഞാനിങ്ങനെ പോകുന്നുണ്ട്, ടൂറ് പോകുന്നുണ്ട്, വരുന്നുണ്ടെന്നൊക്കെ. ഇനിയിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വീട് നോക്കിയിട്ട് പോകണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. അവർക്ക് ഭയങ്കര ഇതാണ്, ഞാൻ എവിടേക്കും പോണില്ല, വരുന്നില്ല, അവളുടെ മാപ്പിള ഗൾഫിലൊക്കെ വന്നേ. അപ്പോൾ ഒന്ന് പറഞ്ഞേക്കിട്ടാ. ഒന്ന് കൊതിക്കട്ടെ അവർ. എന്നാൽ ശരിയടി, എനിക്ക് പണിയുണ്ടടി, കുറേ പണികളുണ്ട്. വേഗിൽ തുണിയൊക്കെ ആക്കണം, നാളെ നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞേ. എന്നാ ശരിട്ടാ. ആരോടൊന്ന് കൊറേ നേരമായില്ലേ ഫോണ് പറയാൻ നിൽക്കുന്നു? ആരാള്? അത് എന്റെ കൂട്ടുകാരത്തി വിളിച്ചതാ. അവളെ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടേ എന്തോ മണത്ത് പിടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് നിങ്ങൾ വന്നത്. അപ്പൊ ഒന്ന് വരാൻ വേണ്ടിട്ട് മണത്തതാ. ഇങ്ങനെ പൊങ്ങച്ചം പറയൂ? അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടാവില്ലാന്ന്. എന്തേ പോയില്ലെങ്കിൽ അല്ല, അവരോട് പോയില്ലെങ്കിൽ അങ്ങനെ തന്നെ പറയണം. അവർക്കൊക്കെ നമ്മളെ കളിയാക്കല് കൂടുതല. അപ്പൊ എന്താ, പോയിട്ടില്ലെങ്കിലും പോയി തന്നെ പറയണം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ നാളെ നേരത്തെ തുണികളാക്കണം, നാളെ നേരത്തെ പോണം എന്നാണ് പറഞ്ഞ്. കൊറേ സ്ഥലങ്ങളും പോണം, മൈസൂർ ഊട്ടിയൊക്കെ പോണം എന്ന് പറഞ്ഞു. നിന്നെ സമ്മതിക്കണം. അങ്ങനെ തന്നെ പറയണം. നിങ്ങക്ക് അറിയാണ്ടാണ് അവരെ കുറിച്ചിട്ട്. എവിടുക്കും അവരെവിടുക്കും പോകില്ല. എന്നാലോ ഇന്നെ കാണുമ്പോ വലിയത് കാണിക്കും. അപ്പൊ എനിക്ക് അവരുടെ മുന്നിൽ ഒന്ന് താകണ്ടേ? നിങ്ങളിപ്പോ ഗൾഫിൽ നിന്ന് വന്നല്ലേ, അപ്പൊ എനിക്കൊന്നും ആകണോ? അതന്നെയാ. നിങ്ങൾ എന്നെ എവിടേക്കും കൊണ്ടുപോകില്ല എന്നറിയാം. അപ്പൊ പിന്നെ അവരോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഇനിയിപ്പോ നിങ്ങൾ വന്നത് ചിലപ്പോ നിങ്ങളെ ആരെങ്കിലും ഒക്കെ മണത്ത് പിടിച്ചിട്ട് വരും. അപ്പൊ അവര് പറയും. അപ്പൊ ചോദിച്ചാ പറയല്ലോ, അവരവിടെ ഇല്ല, അവരിങ്ങനെ പോയിക്കാണ് കറങ്ങാന്, ടൂർ പോയിക്കാണെന്ന് പറയല്ലോ. അപ്പൊ പിന്നെ ആരും വരില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ആൾക്കാർ വരുന്നത് പോണതൊക്കെ സന്തോഷമല്ലേ, നമ്മളെ കാണണമെന്ന് പറഞ്ഞിട്ട് വരുന്നല്ലേ. അതിങ്ങനെ പറയാൻ പാടും? നീ വരുന്നതും പോണതും സന്തോഷമൊന്നും അല്ല. നിങ്ങളെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് ചുരുട്ടിക്കൂട്ടി കൊണ്ടുപോകാന്. അതിനാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടേ എന്നെ അങ്ങനെ വെച്ചിട്ട് പോയ പോലെ ഇപ്രാവശ്യം നടക്കില്ല. ഇപ്രാവശ്യം പൊട്ടിക്കില്ല. വരട്ടെ, എല്ലാവരും വന്നും പോയും പോക്കോട്ടെ ലാസ്റ്റ്. അല്ലാണ്ട് നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. നിങ്ങൾക്ക് തോന്നണ്ട? നിങ്ങളില്ലാത്ത സമയത്ത് ഒരെണ്ണം എത്തി നോക്കണില്ലല്ലോ. എന്താ നിങ്ങൾ വന്നാ മാത്രം? അതെന്താ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കണം പറഞ്ഞിരിക്കുന്നു. ഇതാണ് എന്റെ മനസ്സിലിരിപ്പ്. ഇതാണ് നീ ഇത്ര ദിവസമായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നീ പെട്ടി പൊട്ടിക്കാണ്ടിരിക്കുന്നില്ലേ? ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടി, എന്താ പെട്ടി പൊട്ടിക്കാത്തത്? ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരുമെന്നുള്ള കുട്ടികളാണ് നിന്റെ മനസ്സിലിരിപ്പ്. അപ്പൊ ഇങ്ങനെ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ട് നടക്കും? ഇങ്ങനെ കുസുമ്പും കുന്നായ്മയൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരെന്നുള്ള സ്നേഹം വേണ്ടേ? ഗൾഫുകാരൻ തന്നെയാ സംഭവിച്ചത്. അവർക്ക് എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടാവും, തലവേദന മരുന്ന് അതൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കും, അല്ല ജൂക്കാലിസ് എന്തെങ്കിലും കൊടുത്ത് അത്ര കിട്ടണമെങ്കിൽ കൊടുക്കും. അപ്പൊ അത് കാരണല്ലേ നീ കൊടുക്കണ്ട കുസുമ്പ് കാണിക്കുന്നത്? ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ആ പെട്ടി ഒന്ന് പൊട്ടിച്ചേ. എന്റെ പെങ്ങളുടെ മക്കൾക്കും പെങ്ങൾക്കും കുറച്ച് സാധനങ്ങൾ വാച്ചും അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നീ എന്തോ നീ ചെയ്തു. നടക്കില്ല. നിങ്ങളെ പെങ്ങൾക്കും നിങ്ങളുടെ പെങ്ങളെ മക്കൾക്കും കൊണ്ടുവന്നില്ലേ? അതുപോലെ എന്റെ കുടുംബത്തെ, എന്റെ താത്തമാരുടെ മക്കൾക്കോ എന്റെ അനിയത്തിയുടെ മക്കൾക്കോ ആയിരിക്കും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞപ്പോ? ഇല്ലല്ലോ. അതില് ബാക്കിയുള്ളത് ഉണ്ടാവുമല്ലോ, അത് ബാക്കിയുള്ളത്. ഞങ്ങളെ ഇനി ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ തുറക്കില്ല. നിങ്ങളൊന്നും മിണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ നിങ്ങൾ പറഞ്ഞാണ് ഇന്നെ വന്നിട്ട് കംപ്ലീറ്റ് അവര് കയ്യേറി കൊണ്ടുപോകണം. മാമ വന്നു, പെങ്ങള് വന്നു എന്ന് പറഞ്ഞിട്ട് അവര് വന്നിട്ട് നാ ഒഴിഞ്ഞു നിന്നൊക്കെ മതി. ഇനി നടക്കില്ല. ഇത് ഇനി ഒരു സാധനം ഞാൻ കൊടുക്കില്ല. അവര് വന്നിട്ട് പെട്ടി പൊളിക്കുന്ന അവര് മുന്നിൽ നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് സ്വഭാവം മാറൂട്ടാ.
ഒക്കെ നോക്കിയിരിക്കുക. വിരുന്നിന്റെ പേരും പറഞ്ഞിട്ട് വരാന് ഒഴിവ് നോക്കിയിട്ട്. അതിനൊന്നും ഇനി എന്നെ കിട്ടില്ല, ഒരെണ്ണത്തിന് വിളിക്കുമില്ല. അതിന് തന്നെ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന്. അതെ, ആ പെട്ടിയിൽ കുറച്ച് നാശമുള്ള സാധനങ്ങളുണ്ട്. വന്നിട്ട് ഒരാഴ്ചയില്ല. ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, മുട്ടായി, കുറെ സാധനങ്ങളുണ്ട്. അതിന് ഡേറ്റ് തെറ്റി കഴിഞ്ഞാൽ കളയാൻ പറ്റില്ല. അത് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഉപകാരമായില്ലേ? നമുക്ക് തിന്നാലോ. അതെന്താ ഈ പൊട്ടിക്കാൻ പറഞ്ഞ പൊട്ടിക്കാത്തത്? ഞാൻ പൊട്ടിച്ചേക്ക് എടുത്തേക്ക് അറിയാണ്ടല്ല. അതെ, പൊട്ടിക്കാൻ അറിയാണ്ടും അല്ല. പൊട്ടിച്ചു കഴിഞ്ഞ് പിന്നെ ഒക്കെ ഓരോന്നായിട്ട് വരും. പിന്നെ അതുകൊണ്ടില്ലേ, ഇതുകൊണ്ട് ഫ്രിഡ്ജൊക്കെ തുറക്കും. വന്ന വരവേ ഫ്രിഡ്ജ് തുറക്കും. അപ്പൊ അത് ഇരിക്കുമ്പോ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് എടുത്തിട്ട് ആ റൂമിലേക്ക് വെച്ചിക്കണ്. അതെ, ഇപ്പൊ ആരും വീട്ടിലേക്ക് ഇപ്പൊ വരില്ല. നീ അത് പൊട്ടിച്ചത് നമ്മക്കിങ്ങനെ കുറച്ചെടുത്ത് തിന്നാലോ. അതെ, ഇപ്പൊ നമ്മൾ പൊട്ടിക്ക. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ വാതിലിന്റെ കുറ്റി ആ വാതിലിന്റെ കുറ്റിയൊക്കെ മുകളിലും അടിയിലും കുറ്റിയിടും. ഈ നേരത്തെ ആരെങ്കിലും വരികയാണെങ്കിൽ എന്നോട് പറയും. ഞാൻ പറയാം, നീ പൊട്ടിച്ചേ. പൊട്ടിക്കാൻ തോന്നണില്ല. പിന്നെയും ഇങ്ങനെ ഒരു സാധനം ഞാൻ ജീവിതത്തിൽ എവിടെയും കണ്ടിട്ടില്ലപ്പാ. കൊടുക്കുമില്ല, തീറ്റിക്കുമില്ല, തിന്നുമില്ല, തീറ്റിക്കുമില്ല. ആ ജാതി മുതല്. കാലിക്കുട്ടിയുടെ പുറക്കൊക്കെ ഒക്കെ അലങ്കോലത്തില് കിടക്കുന്നു. ഇതേ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ മാമ ദുബായിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ? ഏത് മാമ? അതന്നെ എന്റെ മാമ. ഇതുവരെ അങ്ങോട്ട് കാണാനോ കല്യാണത്തിന് പരിചയപ്പെട്ടതാ. ഇതുവരെ ഒന്നും പോയിട്ടില്ല. നമുക്കൊന്നും പോയിട്ട് വന്നാലോ? ഇപ്പൊ എത്ര ദിവസമായി? ഒരാഴ്ച കഴിഞ്ഞ് മാമ വന്നിട്ട്. നമുക്കൊന്ന് പോയാലോ? മാമ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ വീട്ടിലിരിക്കണോ? ഞാൻ എന്നാളും കൂടി ഫേസ്ബുക്കിൽ കണ്ടല്ലേ ഒരു മൂന്നാറ് അങ്ങോട്ട് പോയിട്ടുള്ള ഫാമിലി ഫോട്ടോ ഒക്കെ. അങ്ങോട്ട് തന്നെയപ്പൊ നമ്മള് പോവാൻ നിക്കണ്. അത് ഞാനും കണ്ടിരുന്നു. പക്ഷെ 2 ദിവസം മുമ്പാണ് അവര് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തറിയോ, മാമാക്ക് അതല്ല എപ്പോഴും പരാതിയാ, നീ ഒന്നും വന്നില്ല, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ദുബായിന്ന് വന്നിട്ടൊന്നും കണ്ടില്ല എന്നുള്ള പരാതി വീണ്ടും കേൾക്കണ്ട വെച്ചിട്ടാ. സാലിക്കുട്ടി റെഡി, നമുക്ക് പോയിട്ട് വരാം. ഇപ്പളാ എനിക്ക് അത്യാവശ്യം പണികളുള്ള ശ്രദ്ധിക്കൊന്നും ഉണ്ടാകുന്നെ. ചോറും കൂട്ടാനൊന്നും ആയിട്ടില്ല. ഒക്കെ അടുപ്പത്തും ആ പകുതിയൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അതൊന്നും ചെയ്യാണ്ട് എങ്ങനെയാ അമ്മന്റെ വീട്ടിലേക്ക് പോവാ? ഇത് നന്നായി. മാമാടെ വീട്ടിലേക്ക് പോകുമ്പോ ചോറ് കഴിക്കണ അവിടെ അമ്മായി മാമിയൊക്കെ നമുക്കുള്ള ഭക്ഷണമൊക്കെ ഒരുക്കാണ്ടിരിക്കുവോ? അതൊന്നും സാരില്ല. സാലിക്കുട്ടി പറഞ്ഞു എടുത്തിട്ടെ. ഞാൻ ഈ പാന്റ് ഒന്ന് മാറ്റട്ടെ, അത് നമുക്കൊന്ന് പോയിട്ട് വരാം. വായു. ശ്രദ്ധിക്കാക്കൊന്നും പറഞ്ഞാ മനസ്സിലായില്ല. പറഞ്ഞ ഞാൻ എവിടെ വെച്ചാണോ? കഴിഞ്ഞില്ലേ സാലിക്കുട്ടി? ഇറങ്ങല്ലേ? ഇറങ്ങാ. ശരി. ഇതെങ്ങനെ തുറക്കുക? കൊറേ ഉണ്ടല്ലോ. മുട്ടായ മുട്ടായ അണ്ടിപ്പരിപ്പ് മുട്ടായാണല്ലോ. നല്ല മണം. അതെ, പെങ്ങളുടെ മോന് വാങ്ങിയിട്ടുണ്ട്. ഏത് പെങ്ങള്? അതൊക്കെ മാറ്റി വെക്കി. ഓ, ഇത് പെങ്ങളുടെ അത് വാച്ച് വാങ്ങിയിട്ടുള്ളതാ. പെങ്ങളുടെ മോൾക്ക് വാങ്ങിയിട്ടുള്ള വാച്ചാണ്. അതൊക്കെ മാറ്റി വെക്കി. അത് പോയേ ഈ സാധനം ബോഡി ഫ്രൈ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് അവിടേക്ക്. അത് മാത്രം 2-3 മാറ്റി വെക്കുന്നുണ്ട്. എന്തൊരു കഷ്ടം നോക്കിയേ. അവിടെ തന്നെ ഇരുന്നാ മതി. പെങ്ങൾക്ക് ആങ്ങൾക്ക് വേണ്ടിട്ട് പെങ്ങന്മാർക്ക് കൊടുക്കണം തന്നെ ഉള്ളു. നിങ്ങൾക്ക് മാത്രം തന്നെ ഉള്ളു പെങ്ങള്. എനിക്കും ഉണ്ട്. അതെ, നിങ്ങൾക്ക് പെങ്ങളുണ്ട്, പെങ്ങളെ മക്കളുണ്ട് എന്ന് പറയണ്ടല്ലോ. അതുപോലെ എനിക്ക് അനിയത്തിന്റെ ഏട്ടത്തിന്റെ അവരുടെ മക്കളൊക്കെ ഇല്ലേ. കുഞ്ഞിപ്പോ വന്നാൽ വല്ലതും തരുന്ന അവർക്കും ഉണ്ടാവൂലേ. നിങ്ങൾ നാവ് കൊണ്ട് വന്നാ അത് ഒന്നും പറയാം. എന്താ വന്നാലും നിങ്ങളെ ആൾക്കാർ തന്നെ ഉള്ളു. ഒറ്റ സാധനം ഇപ്രാവശ്യം ഞാൻ കൊടുക്കൂല. അതവര് വിളിച്ച് പറഞ്ഞിട്ട് വാങ്ങാൻ പറഞ്ഞ് വാങ്ങിയിട്ടുള്ളതാണ്. ഇനി അത് കൊടുക്കാണ്ടിരുന്ന എന്താ കൂടിയത്? പറഞ്ഞ് മനസ്സിലാവണ്ടാ? ഇതെന്താ സണ്ട? നീ സെന്റ് ഇതിൻ്റെതൊക്കെ വെക്ക അവിടെ. സൂപ്പർ വേണം. അത് കൊണ്ട് കൊടുക്കണം. അത് അവര് വാങ്ങാൻ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നത്. മുട്ടായിണ്ടല്ലോ.
ബദാമ്പു അടിപൊളി ബാഗ്. തിന്നാനുള്ളതും ആ ബാഗ്, അതൊക്കെ ബാഗൊക്കെ നീ വേണമെങ്കിൽ എടുത്തോ. ബാക്കിയുള്ള സാധനങ്ങൾ കുറച്ച് സാധനങ്ങളോട് മാറ്റി. ഇതെന്താ പൗഡർ? ഈ ബദാമും പിസ്തൊക്കെ പൊട്ടിച്ചിട്ടേ നമുക്ക് ഡപ്പിയിലാക്കി നിറച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം, അല്ലെങ്കിൽ മറ്റേ സോക്കേസിന്റെ ഉള്ളിലേക്ക് വെക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് കണ്ടാലേ ഒക്കെ കോരി എടുക്കും, ചോദിക്കുന്നില്ല. ഇതൊക്കെ എടുത്ത് വെക്കാം, ഇതൊക്കെ എടുത്ത് വെക്കണം. ഇതേ ഇതൊന്നും പറഞ്ഞിട്ടൊക്കെ അറിയില്ല, അവരവരെ തോന്നിയ പോലെ എടുത്ത് കൊണ്ടുപോക്കളി. ഈത്തപ്പഴമൊക്കെ എന്താ ചെയ്യാ? ഈത്തപ്പഴം ഫ്രിഡ്ജിൽ വെച്ച നാശാവോ? അതൊന്നും നാശമാവില്ല. നീ അവിടെ വെച്ചിട്ടേ ബാക്കിയുള്ള ഇതൊക്കെ മാറ്റി വെക്കാണ്ട് എന്റെ പെങ്ങന്മാര് കൊടുക്കാം, കുട്ടികൾ കൊടുക്കാനൊക്കെ മാറി മാറ്റി വെക്കും. നിങ്ങൾ ഇനി അത് വിട്ടില്ലേ? ഇപ്പൊ പൊട്ടിച്ച കാരണം അതൊക്കെ എനിക്ക് കിട്ടിയത്. അല്ലെങ്കിലേ നിങ്ങളെ പെങ്ങന്മാർ കംപ്ലീറ്റ് പൊത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവും. ഇപ്പോഴും എന്റെ റബ്ബേ, ആരാ വന്നു? എല്ലാ സാധനം പൊട്ടാനുള്ളതൊക്കെ പൊട്ടണ്ട. തുറക്കണ്ട. ആരാണാവോ? അയ്യോ, അപ്പോഴും ഞാൻ പറഞ്ഞ് ഈ നേരത്തെ പൊട്ടിക്കണ്ടെന്ന്. ഇതേ അതേപോലെ വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങക്ക് സമാധാനായില്ലേ? അതിന് ആരടി വന്ന് ചെന്ന് നോക്ക്. നിങ്ങളുടെ പെങ്ങളുടെ മോനും മരോളും വന്നിരിക്കുന്നത്. എങ്ങനെ എന്നെ ഒരു മണത്ത് പിടിച്ച് അറിയണാവോ? ശരി, തുറക്ക് പോയിട്ട്. എന്തോ തുറക്ക്? ആ സമയത്തൊക്കെ തുറക്കണ നേരത്തെ എങ്ങനെ മണത്ത് നിങ്ങൾ വിളിച്ച് പറഞ്ഞവർക്ക്? ഞാൻ കണ്ടില്ല ഇവിടെ. തുറന്ന പോയിട്ട് പറഞ്ഞോ. അതെ, നിങ്ങളോടൊരു കാര്യം പറയാ. അവരുടെ മുന്നിൽ അത് കൊടുക്ക് ഇത് കൊടുക്കുന്ന മാത്രം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ എന്റെ സ്വഭാവം നിങ്ങൾ മാറൂട്ടാ. അമ്മേനെ കാണുന്നില്ലല്ലോ. ഒന്നും കൂടി കോളിംഗ് ബെൽ അടിച്ചു നോക്കിയേ. ആരിത് മക്കളെ? വരും മാവോടെ ഉണ്ട്. മോള് വായോ, മോള് വാ, മോള് ഇരിക്കും. എങ്ങനെ വരാൻ തോന്നിക്കണ്? എനിക്ക് മാമ ബാത്റൂമിലേക്ക് പോയിക്കണം. മോനെ എപ്പ വരും? എന്താണ് പിന്നെ വിശേഷങ്ങളൊക്കെ? ഇങ്ങനെ വരാൻ തോന്നിക്കണ്? ഇല്ലമ്മായി, മാമ വന്നിട്ട് ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അപ്പൊ ഞാൻ സാരിക്കുട്ടിയുടെ അടുത്ത് പറയായിരുന്നു മാമാനെ അമ്മാനെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. നിങ്ങള് ഫോട്ടോ കാണലുണ്ട്, അങ്ങോട്ട് പോയ ഫോട്ടോ ഇങ്ങോട്ട് പോയ ഫോട്ടോയൊക്കെ. അപ്പൊ ഇന്നെന്തായാലും ഉണ്ടാവും പറഞ്ഞിട്ട് അങ്ങനെ സാരിക്കുട്ടീനെ വിളിച്ചിട്ട് വന്നതാ, മാമാനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ടേ. ഓ, അതൊന്നും പറയണ്ട മോനെ. മാമ വന്നപ്പോ തൊട്ട് ഫുള്ള് കറക്കാ. മാമക്കാണെങ്കിൽ വീട്ടിലിരിക്കുന്നതേ ഇഷ്ടല്ലേ. അപ്പൊ കൊറേ സ്ഥലങ്ങള് എവിടെയൊക്കെയോ പോയി. എനിക്കൊന്നും അറിയില്ല. മൈസൂര്, ബാംഗ്ലൂര് എവിടെയൊക്കെയോ പോയി കറങ്ങി. ഇന്ന് വന്നിട്ടുള്ള കാലത്ത് ഒന്ന് കുളിച്ചതാ, ഒന്ന് ഭക്ഷണമൊക്കെ ഹോട്ടലിൽ നിന്നാണ് ഏൽപ്പിച്ചത്. അതേപോലെ ഇനിയിപ്പോ നാളെ കാലത്ത് നേരത്തെ പോണെന്ന് പറയുന്നുണ്ട്. അതിന് തുണികളൊക്കെ ആക്കി വെക്കണം. അപ്പൊ ഇത്തിരി നേരം വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. മാമ തപ്പണിച്ച് ബാത്റൂമിലേക്ക് പോയി. ആ തുണി ബാഗിലാക്കാൻ വേണ്ടി പോവാൻ നിൽക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേട്ടത്. അതെനിക്കറിയാം അമ്മായി. എന്തായാലും ദുബായിൽ നിന്നൊക്കെ വന്ന പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കില്ല. ഞാൻ പറയായിരുന്നു എന്തായാലും വീട്ടിലുണ്ടാവില്ല. അപ്പൊ ഉള്ള സമയം നമുക്കൊന്ന് കാണാലോ എന്ന് വെച്ചിട്ടേ. അതന്നെ, ഈ നേരത്തെ വന്നത് കൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാവൂല. പുറത്ത് നിന്നിട്ട് പോണ്ടേ? അല്ലമ്മ, ഇനിയിപ്പൊ നാളെ പോയി കഴിഞ്ഞാൽ എപ്പോഴൊക്കെ തിരിച്ചു വരിക? മക്കള് വന്നൂല്ലേ? ഞാൻ ബാത്റൂമിലായിരുന്നു, അപ്പൊ സൗണ്ട് കേട്ടു. അപ്പൊ എന്തായാലും പോയി വരട്ടെ. കുടിക്കാൻ നീ കൊടുത്ത അവർക്ക്? കുടിക്കാൻ അവരൊന്നും കൊടുക്ക്. മക്കളിരിക്കും. ഇല്ല, കുടിക്കാന്ന് വേണ്ട. മാമ ഇരിക്കി. ഞാൻ ഇരിക്കാം. പിന്നെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഞാന് വന്നത് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. വീട്ടിൽ തന്നെ കുറച്ച് ദിവസം. അല്ല, മാമ ഫുള്ള് കറക്കുമായിരുന്നില്ലേ? ഞാൻ ഫോട്ടോ കണ്ടിരുന്നു. കറക്കെന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല. അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നിങ്ങൾ എങ്ങോട്ടോ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതാ ഞാൻ പിന്നെ ചോദിച്ചത്. അത് നാളെ ഇറങ്ങണം. ഞാൻ മറന്നിരിക്കായിരുന്നു സംഭവം. പിന്നെ കൊറേ സ്ഥലങ്ങൾക്ക് പോവാലോ. നീ ഒന്ന് നോക്കിക്കണ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കും കുട്ടികൾക്ക്. എല്ലാം മോനെ, നാട്ടിലൊക്കെ കറങ്ങി നടന്നാ മതിയാ. നീ ഗൾഫിക്കൊന്നും പോണില്ല ഇപ്പൊ. ഞാൻ എന്റെ കൂടെ പോരണ്ട, നല്ല ജോലി അവിടെ റെഡിയാക്കണം. നീ ആദ്യം നിന്ന് അവിടെ വിസയൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാ പോന്നു? ഇല്ല മാമ, കല്യാണത്തിന് ശേഷം ഗൾഫിക്ക് പോണതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. കല്യാണത്തിന് മുമ്പ് ഞാൻ കുറച്ചു കാലം നിന്നല്ലോ, പിന്നെ മതിയാക്കി പോരുക അങ്ങോട്ട് ചെയ്തത്. പിന്നെ ഇനിയിപ്പോ പോവാനൊന്നൊരു തീരുമാനം ഇല്ല. ഇനിയിപ്പോ നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുഴപ്പമില്ലാത്ത എന്തെങ്കിലും ജോലി റെഡിയാവാന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ തന്നെ കൂടാന്ന് വെച്ചിട്ടാ ഞാൻ നിക്കണത്. ശരി, എന്നാ നാട്ടിൽ നിക്കടത്തോടെ നിന്നോ നീ. കുഴപ്പമൊന്നുമില്ല. മോളൊറ്റയ്ക്കല്ല ഇവിടെ.
പിന്നെ എന്തെങ്കിലും എനിക്ക് പോണം എന്ന് തോന്നുമ്പോ മാമ വിളിച്ചാൽ മതി. ഉം. ഞാൻ കാര്യങ്ങളൊക്കെ റെഡി. ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പൊ ഗൾഫിലൊക്കെ കാശുണ്ടാക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇപ്പൊ. അല്ല മാമ, ഉം. ഞാൻ അന്ന് മാമാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ വരുമ്പോ ഒരു ആ. വാച്ച് കൊണ്ടുവന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് മാമ കൊടുത്തിട്ടുണ്ടാ? ആ വാച്ചല്ലേ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊറേ ഭാഗത്ത് അന്വേഷിച്ചിട്ടേ തെരഞ്ഞു പിടിച്ചിട്ട് കൊണ്ടുവന്നതാ. എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അടുത്ത തരാൻ പറഞ്ഞപ്പോ അവിടെ ഇല്ലേ എന്താ അതിലൊന്നും വാച്ചില്ല. ഞാൻ നാളെ പെട്ടി തുറന്നു നോക്കിയതല്ല, അതിലൊന്നും വാച്ചില്ല. ഞാൻ ചൊവ്വിന് ക്രീമുകൾ പോലും പറഞ്ഞ ക്രീമുകൾ കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ടാണ് ഇപ്പൊ വാച്ച് കൊണ്ടുവന്നത്ര. വെറുതെ ആ കുട്ടിയോട് മോഹിപ്പിക്കണ്ട ഞങ്ങള്. മോനെ, എന്റെ മാമാക്കേ നല്ല ഓർമ്മ തെറ്റുണ്ട്. അതാണ് നിന്നോട് വാച്ച് കൊണ്ടുവന്ന്. വാങ്ങിച്ചിട്ടില്ല കേട്ടോ മോനെ. ഇനി വരുമ്പോ വേണമെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താം മാമാക്ക്. വരാനാകുമ്പോ ഓർമ്മപ്പെടുത്തിയാൽ തന്നെ ഓർമ്മയോടെ കൊണ്ടുവരുള്ളൂ. അല്ലാണ്ടൊന്നും നിന്റെ മാമാക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നിട്ട് ആ ചെക്കനോട് പറയുന്നു വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓർമ്മ വെച്ച് കൊണ്ടുവരണോ അവനൊരു വാക്ക് പറഞ്ഞാല്? ഇല്ല മായി, അത് കുഴപ്പമില്ല. ചെലപ്പോ മാമ മറന്നതാവും. ഞാൻ അന്ന് മാമ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വാച്ച് കൊണ്ടുവരുമോ മാമ എന്ന് പറഞ്ഞപ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞതാ. ഞാൻ അത് ഇവിടെ വെച്ച് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ അങ്ങനെ പറഞ്ഞു. ചിലപ്പോ മാമ മറന്നുണ്ടാവും. അത് കുഴപ്പമില്ല. ഇനിയിപ്പോ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്ങാനും കൊണ്ടുവരാൻ പറ്റിയ കൊണ്ടുവന്നാ മതി. ഇല്ലെങ്കിൽ വേണ്ട. അതെ, അടുത്ത പ്രാവശ്യം വരുമ്പോ വരാനാകുമ്പോ മാമാക്ക് അമ്മായി ഓർമ്മപ്പെടുത്തി കൊടുക്കാം കേട്ടാ. നല്ല ഓർമ്മ അറിവുണ്ട് മോനെ. അത് കുഴപ്പമില്ല. ആ എല്ലാം എന്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് നാശമായി. അതാ പിന്നെ ഞാൻ മാമാടത്ത് അങ്ങനെ പറഞ്ഞത്. അതിനെന്താ മോനെ, നാട്ടിൽ തന്നെ അതിനും വെച്ച് നല്ല വാച്ച്, നല്ല ക്വാളിറ്റി വാച്ച് കിട്ടും. അവിടെ നിന്ന് കൊണ്ടുവരുന്ന വലിയ കാര്യമില്ല. അതെ, കാശ് കൊടുത്ത് അടിപൊളി വാച്ച് കിട്ടും നാട്ടില്. അവിടത്തെ എന്തിനാ, അതൊന്നും വലിയ കാര്യമില്ല. അത് കുഴപ്പമില്ല മായ, അത് മതി. കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇവിടുന്ന് നോക്കി വാങ്ങിച്ചോളാം. ആ അതന്നെ നല്ലത്. എന്നാലും മാമ വരുമ്പോ ഞാനൊന്ന് പറയാ. എന്നാ ഞങ്ങള് മെല്ലെ ഇറങ്ങട്ടെ അമ്മായി. എവിടേക്ക് ഇറങ്ങുക? അല്ല എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവാ. ഫുഡ് നേരമായില്ല. ഇനിയിപ്പോ അവിടെ പോയി നിങ്ങൾ കഴിക്കാൻ കഴിച്ചിട്ടൊക്കെ പോയാൽ മതി. നിങ്ങൾ എന്താ പറയണേ? ഞാൻ അവിടെ ഭക്ഷണം വെച്ച് നമ്മ കടയിൽ നല്ല ഓർഡർ ചെയ്തത്. നിങ്ങൾ അവരോട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറയാ. ഞാൻ വെച്ചിട്ടില്ല. ഇല്ല കുഴപ്പമില്ല. ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം വീട്ടിൽ വെച്ചിട്ടാ അത് പോകുന്നത്. പിന്നെ സമയമായിട്ടല്ലോ എന്നിട്ട് കഴിക്കാൻ. ഞാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ വേസ്റ്റ് ആവില്ലേ. പോയിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ചോളാം. അതന്നെ നല്ലത്. മെല്ലെ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ മാമ. ശരിട്ടാ. ആ എന്നാ ശരി. ഇൻഷാല്ലാ വേറൊരു ദിവസം വരാം. ആ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നീ എന്തിനു പറഞ്ഞു? ആരാച്ചിട്ട് നീ പെങ്ങളുടെ മക്കളല്ലേ, അവരിങ്ങനെയൊക്കെ പറയാ. ടൂർ പോയി എന്നൊക്കെ പറഞ്ഞാ എപ്പോ ടൂർ പോയി എന്ന് പറഞ്ഞു. അത് പണ്ടൊക്കെ എപ്പോഴും ഫേസ്ബുക്കിൽ എന്ത് ഇട്ടു പറഞ്ഞിട്ട് ആ പണ്ടത്തെ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇപ്പൊ ഫേസ്ബുക്കിൽ ഇട്ടതാ. വാച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് അവര് പറയാ നീ എന്നെ കളത്തന്നെ ആക്കില്ല. അതെ, വാച്ചേ ഒരാളല്ല കുറെ ആളുണ്ട്. നിങ്ങൾ ഉണ്ടായിരുന്നു ആർക്കും കൊടുക്കണ്ട. ഇവിടെ വാച്ച് കെട്ടാനൊക്കെ ആളുണ്ട്. ഞാനും ഭയങ്കര അത് കിട്ടാൻ വേണ്ടിട്ട് തന്നെ നിങ്ങൾ തങ്ങളെ മോനും മരുവോളും കൂടി വന്നത്. ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, അത് കൊടുക്കണ്ടല്ലേ. അത് സാരില്ല, ഞാൻ പറഞ്ഞില്ലേ മാമാക്ക് ഓർമ്മ ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോ ആ കുട്ടി ആ ശരിയാണെന്ന് പറഞ്ഞില്ലേ. കുഴപ്പമില്ല അമ്മായി. ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞ. അപ്പൊ നീ എന്താ പറഞ്ഞു? നമ്മൾ രണ്ടാൾക്കുള്ള ചോറിനെന്ന് വെച്ചിട്ടുള്ളൂ. പിന്നെ അവര് കഴിച്ചിട്ട് പോയാൽ ഞാൻ പട്ടിണി കിടക്കാനാ? ഓ, നിന്നെക്കൊണ്ട് തോറ്റു ഞാൻ. ഇങ്ങനെ എന്നെ അവിടെ നിന്നിട്ട് ആകെ വഷളാക്കി. നിങ്ങൾ എന്തിട്ട് പറയണേ? അവരിപ്പോ ഈ നേരത്തെ വന്നിങ്ങാണ്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞ പിന്നെ നമ്മളെ കൂട്ടിട്ട് എന്ത് ചെയ്യോ? ഓ, നിനക്ക് ഈ ഫുഡൊക്കെയാണല്ലേ വലിയ കാര്യം. ഈ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയണേ. അത് എനിക്ക് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. അതെ, പണ്ടത്തെ ഫോട്ടോ ആയാലും ഫേസ്ബുക്കിൽ ഞാൻ ഇട്ട കാരണമാണ് നിങ്ങൾ ആൾക്കാരൊന്നും ഇതുവരെ വരാത്തത്. അല്ലെങ്കിൽ പണ്ടേ വന്നിട്ടുണ്ടാവും. വന്ന പിറ്റേ ദിവസം അവർ വന്നിട്ടുണ്ടാവും. അറിയോ, നിങ്ങൾ ആൾക്കാരെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. എന്റെ ആൾക്കാരുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം. ഇത് മേടിച്ചുകൊണ്ടായാലും സ്നേഹം ഉണ്ടാവും. എന്നാൽ നിന്റെ അത്ര സ്വഭാവം തീരെ വടക്കാണ്.